എന്താരോ ഞങ്ങൾ ജാക്സൺ ബസാറെന്നാ സാറേ. ജാക്സൺ ബസാറോ? ആ, അതെന്ത് സാധനം? സാറേ താഴത്തെപ്പാടം അംഗനവാടിക്കടുത്ത്. ആ വളവ് കഴിഞ്ഞല്ല പുറമ്പോക്ക് കോളനി. അതിനെന്താ നിങ്ങൾ വിളിച്ചതല്ല സാറേ, പേരെങ്ങനെയാ? ജാക്സൺ ബസാർ. നല്ല ഫ്രീക്ക് പേരാണല്ലോ സാറേ. അത് പിള്ളേർ സെറ്റിൻ്റെ പേരാ സാറേ. ആ നന്നായി. ജാക്സൺ വെറുതെ ഇങ്ങോട്ട്. അത് ഞങ്ങളുടെ അവിടെ ഈയിടെയായിട്ട് പൈപ്പിൽ വെള്ളം വരുന്നത് തോന്നും പോലെയാ സാറേ. അതിപ്പം ഇന്നുമായിട്ട് വെള്ളം വന്നേ ഇല്ല. ഓ, സാറിന് അറിയാലോ, 4 ചുറ്റും വെള്ളമാണേലും ഞങ്ങൾ കുടിക്കുന്നതൊക്കെ ആ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചാ. ഇത് പോലീസ് സ്റ്റേഷനാ, വാട്ടർ അതോറിറ്റി അല്ല. അല്ല സാറേ, അവിടെ എന്തോ റോഡ് വരുന്നോ, ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. പറഞ്ഞ് കേൾക്കുന്നതല്ലേ ഉള്ളൂ. റോഡ് വരുന്നുണ്ടെങ്കിൽ നോട്ടീസ് വരും, അന്നേരം ഒഴിഞ്ഞാൽ മതി. അതെങ്ങനെ സാറേ, വെറുതെ അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പിന്നെ നിനക്കൊക്കെ നഷ്ടപരിഹാരം വേണോ? ഡോ, പുറമ്പോക്കിൽ ഇത്ര നാളും കിടന്നേനെ നഷ്ടപരിഹാരം ഇങ്ങോട്ടാ തരേണ്ടത്. ആർക്ക്? സാറിനോ? ഡോ, എന്താണ് എന്റെ പേര്? ജാക്സൺ വേലയൻ. നീ ഏത് മറ്റേടത്ത മൈക്കിൾ ജാക്സൺ ആണെങ്കിലും ഇമാതിരി കോമാളി വേഷം കെട്ടി സ്റ്റേഷനിൽ വന്ന് ഉത്തരവിറക്കണ്ട. സർ, പാപ്പ മിലിറ്ററിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. വർത്താനിച്ച് വഷളാക്കാണ്ട് കിളവനെ വിളിച്ചോണ്ട് പോടാ. പോടാ. പോയിട്ടെന്താ യാശാന? ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നു. ഞാനീ പിള്ളേരുടെ അടുത്ത് ചമ്മിപ്പോയിടാ. ഞങ്ങര നീ പറഞ്ഞാൽ ശരി, പോണ്ടായിരുന്നു. പാപ്പ, ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഇവിടെ വെള്ളമെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ഒന്നും നടക്കത്തില്ല. അല്ലെങ്കിലേ പട്ടയത്തിന്റെ പ്രശ്നമുള്ളതാ. അതിന്റെ കൂടെ ഇപ്പൊ റോഡ് വരുന്ന കാര്യമൊക്കെ പറയുന്നത് എല്ലാം കൂടെ എന്താവോ എന്തോ. ചങ്കര, നമ്മുടെ ബാൻഡിന്റെ എത്ര രൂപ? നീ ആ കണക്ക് നോക്കി. കാശൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, നമ്മൾ തൊണ്ട പൊട്ടിച്ചുണ്ടാക്കിയ പൈസ നമ്മുടെ കയ്യില്ലേ? അപ്പം നമുക്കിറക്കാൻ വളരെ എന്നും ഒരേലോട് വെള്ളം. പാപ്പനിത് എന്താ ഈ പറ്റിയത്? ഇത് ചോദിക്കാനാണോ ഞങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയത്? പാപ്പനങ്ങ് തീരുമാനിച്ചാൽ മതി. അപ്പു, അത് പേടിയുണ്ടോ? എടാ, ഇത് ഇന്നേ ഒന്നുമില്ല തുടങ്ങിയാണോ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്നുള്ളൊരു ആദി ഇതിൻ്റെ ഉള്ളിലുള്ളവർക്ക് എന്നും ഉണ്ട്.
എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇനി റിഹേഴ്സൽ വെക്കാം പാപ്പ. കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാവട്ടെ. ആ തീ അവിടെ കിടന്ന് കയറട്ടെ. ആ നീറ്റല്ലടാ നമ്മൾ ആളുകൾ കൊടുക്കുന്ന സന്തോഷം. മതി, ഇന്നത്തെ കോട്ട തീർന്നു. മതി 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 മതി. ബ്രീത്ത് കിട്ടത്തില്ല പാപ്പ ഇങ്ങനെ വിളിച്ചാ. എത്ര ശ്വാസം ഇവന് ഊതിക്കളഞ്ഞാലും ഒരു നുള്ളു ശ്വാസം എൻ്റെ ഉള്ളിലുണ്ടാവും. ആ ഉണ്ടായാ മതി. ഇവളിപ്പോ ഇവിടുന്ന് പോയല്ലേ ഉള്ളൂ. നീ എന്തിനാ ഒളിപ്പിക്കുന്നേ? ഞാനും ശങ്കറിലെല്ലാം സംസാരിച്ചായിരുന്നു. എന്താ സംസാരിച്ചേ? അല്ല, നാളെ നീ റിഹേഴ്സൽ വരുന്നില്ലല്ലോ. ഞാൻ രാവിലെ തന്നെ വരും. അങ്ങനെയാണെങ്കിൽ നേരത്തെ വാ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ പാപ്പ ഒരു വീഡിയോ വിളിച്ചു. ആ ലാലി, കുറെ നാളായല്ലോ. എവിടെ നീ ഇപ്പോ? ഞാനിവിടെ താലൂക്ക് ഓഫീസിൽ ഡെയിലി വേജസിന് കയറിയടി. എന്തായി നിന്റെ മെയിൻസ്? നീ വെറുതെ കോമഡി അടിക്കല്ലേടി. ഇപ്പൊ ഈ പ്രിലിംസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് മെയിൻസ് ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. നിന്റെ അടുത്താരെങ്കിലും ഉണ്ടോ? ഇല്ല, നീ കാര്യം പറ. നാഷണൽ ഹൈവേയുടെ പുതിയ അലൈൻമെന്റ് വരുന്നത് നിങ്ങളുടെ ജാക്സൺ ബസാറിൽ കൂടെയാണ്. മറ്റന്നാൾ രാവിലെ അവിടെ സർവേക്ക് ആളെത്തും. പിന്നെ ഞാനാ ഇത് പറഞ്ഞെന്ന് ആരോടും പറയല്ലേ. എടി ഇനി പെയിന്റ് ചെയ്യാനൊന്നുമില്ലല്ലോ. ഇതെന്തായാലും ഉണങ്ങിയിട്ട് പുറത്ത് കിട്ടിയാൽ മതി. നീ നാളെ ലീവ് എടുത്തില്ലടാ. ലീവ് തന്നില്ല, ഞാൻ പോണില്ല. ഏട്ടനെ കുറച്ച് ദിവസമായിട്ട് വീട്ടിലേക്കൊന്നും കാണുന്നില്ലല്ലോ. ഓഫീസിലെ കിടപ്പ് സ്ഥിരമാക്കിയോ? അല്ല, ഞാൻ എൻ്റെ എല്ലാ സാധനവും എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നു. സന്തോഷം കല്യാണം നടക്കട്ടെ. ആ തിരക്കിൻ്റെ ഇടയിൽ മുറി ഒന്നും എടുക്കാൻ നിൽക്കണ്ട. നാളത്തെ പരിപാടി ആശാനെ. എടാ, നമ്മൾ ചെയ്യുമ്പോൾ നിന്ന് കൊടുത്താൽ മതി. പിള്ളേരെല്ലാ കാര്യവും നല്ല മെനക്ക് ചെയ്തോളൂ. ആ ശിവക്കുട്ട ഉറങ്ങിയോ? നേരത്തെ ഇറങ്ങില്ല. ലാപ്പു ഇവനോട് ചോദിക്കുക, നമുക്കിവിടുന്ന് ഇറങ്ങേണ്ട വരുമോ ഓപ്പാന്ന്. എത്ര കാലം നമ്മളിങ്ങനെ ഓടുന്നു. നമുക്ക് ഓട്ടം മതിയാക്കാം. ഞാൻ ഇറങ്ങണം ആശാനെ. നാളെ നേരത്തെ പറഞ്ഞല്ലേ. വാവേ വാ, എനിക്ക് പോവാം. എനിക്ക് പോവാ. നിങ്ങൾ പൊക്കോടാ, ഞാനവിടെ കിടന്നോളാം. ഈ സാധനമൊക്കെ ഇവിടെ ഇരിക്കുന്നല്ലേ, ഇവളെയും വിട്ടേരെ. പാപ്പ ഇവിടെ ഭയങ്കര തണുപ്പാണ് പാപ്പ, അവിടെ വന്ന് കിടക്കാം. കുറച്ച് ദിവസമായിട്ട് ഐറ്റം എൻ്റെ ഉള്ളിൽ കിടന്ന് ചിറ്റിക്കുന്നുണ്ടാ. ഞാൻ അവനെ ഒന്ന് പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പോവാം. നാളെ പരമാവധി ആളുകൾ എത്തിക്കണം. വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരൊക്കെ വരത്തില്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും നടപടിയാവുന്ന മൂഡിലൊന്നും എല്ലാവരും. എന്താണ്? ഞാനും നീയും ജനിച്ചപ്പോൾ തൊട്ട് കാണണല്ലേ സമരവും ഈ സമരപ്പന്തലും ഒക്കെ. നമ്മുടെ അണ്ണനും പാപ്പനും ഒന്നും തോറ്റു കൊടുക്കാൻ നിന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മളും തോക്കത്തില്ല. ലോകത്ത് എത്ര പേരുണ്ടടി സമരം ചെയ്ത് ജീവിക്കുന്നത്? നമ്മളും അങ്ങനെ തന്നെയല്ലേ?